ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐരി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞങ്ങളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ, അതായത് പച്ചക്കറി വേസ്റ്റുകൾ, അതുപോലെയുള്ള ചോറ്, അതുപോലെയുള്ള സാധനങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 ചെടിച്ചട്ടി നമുക്ക് ആവശ്യമാണ്. കാരണം ഇതിൽ ഒരു വേസ്റ്റ് ഫുള്ളായി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുന്നതിനാണ് 2 ചട്ടികൾ. അപ്പോൾ ഇതിൽ ഒരു ഹോളെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചിരിക്കുകയാണ്, അത് സിമൻ്റ് ഇട്ട് അടച്ചിരിക്കുകയാണ്. വേറൊരു ഹോളിലെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പൈപ്പെന്ന് പറഞ്ഞാൽ ഈ ഹോളിനെ വലുതാക്കിയിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞത് കുറച്ച് ഇതുപോലെ പച്ചിലകളാണ്. പച്ചിലകൾ ആദ്യം ഇടുകയാണ്. അപ്പോൾ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റാണ്. അതിൽ മീനിൻ്റെ വേസ്റ്റും പിന്നെ പച്ചക്കറി വേസ്റ്റ് അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതിലോട്ട് തട്ടയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനോക്കുലം മിക്സ്. ഇത് സാധാരണ വളക്കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ഏതാണ്ട് ഒരു പിടി നമ്മൾ ഇതിലോട്ട് ഇടുക. ദിവസവും ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വേസ്റ്റ് ഇതിൽ നിക്ഷേപിക്കുക. അതിനുശേഷം ഇനോക്കുലം ഇട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ഒരു പൊക്കപ്പുറത്ത് വെക്കണം. പൊക്കപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് കല്ലാണ് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത്. കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒരെണ്ണം വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നുള്ള സ്ലേറി ഇതിലോട്ട് വന്ന് വീഴും. ഈ സ്ലേറി നമുക്ക് വെള്ളമായിട്ട് ചേർത്ത് ചെടിയേക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ചാണകവും കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാണ്, ചാണകപ്പൊടി. അതുപോലെ വീട്ടിലെ വേസ്റ്റ് മാത്രമല്ല, ഇതുപോലെ വീട്ടിൽ നിന്ന് ചെടിയുടെ ഇടയ്ക്ക് നിന്നൊക്കെ പറിച്ചെടുക്കുന്ന പോച്ചകളൂടെ ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് എടുക്കുന്നത്, 2 ദിവസമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അടപ്പ് വെച്ച് അടയ്ക്കണം. അപ്പോൾ ഞാൻ വേറെ അടപ്പില്ലാത്തതുകൊണ്ട് ഈ ബേസിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി ഇതിൻ്റെ സ്ലേറി ഇതുപോലെ ഇഞ്ഞ് പോരും. അപ്പോൾ ഇത് ശരിക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കോഴിയും മീനും വളർത്തുന്നവർക്ക് പുഴുക്കളെ തീറ്റയായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ഫുള്ളായതാണ്. അപ്പോൾ ഇത് നല്ല വളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വളം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചക്കറി വേസ്റ്റുകളും മറ്റ് വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന പോച്ച അതുപോലെയൊക്കെ ഉള്ളത് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ വളമാക്കി എടുക്കാം.